സ്വന്തം വില കളഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നാം വെറും ഒരു കോമാളിയായി തോന്നും. അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിൽ ആണെങ്കിൽ പോലും ആത്മാഭിമാനം പണയം വയ്ക്കരുത്. നീ ഒരാളെ ചതിച്ചാൽ നീ മറ്റൊരാൾ വഴി ചതിയിൽപ്പെടും. നീ കാരണം ഒരാൾ കരഞ്ഞാൽ വേറൊരാൾ കാരണമായി നീ കരയും. നീ കാരണം ഒരാൾക്ക് സന്തോഷിക്കാൻ ഇടവന്നാൽ ഒരുപാട് പേർ നിനക്ക് സന്തോഷം നൽകാൻ നീ പോലും അറിയാതെ ഉണ്ടാകും. വിശപ്പടങ്ങിയാൽ എത്ര രുചികരമായ ഭക്ഷണവും മടുക്കും. ആവശ്യം കഴിഞ്ഞാൽ എത്ര നല്ല ബന്ധവും മറക്കും മനുഷ്യൻ. ഒരുപാട് പണമുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ ആ പണത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. പണത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്കാണ്. സൗഹൃദങ്ങൾ എത്രയുണ്ട് എന്നതിൽ അല്ല കാര്യം, അതിൽ നമ്മെ ഓർത്തു വയ്ക്കാനും ചേർത്ത് നിർത്തുവാനും എത്ര പേരുണ്ട് എന്നതാണ് പ്രധാനം. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിരിക്കും. പണമുള്ളവൻ പതുക്കെ പറഞ്ഞാലും എല്ലാവരും അറിയും. പണമില്ലാത്തവൻ ഉറക്കെ കരഞ്ഞാലും ചിലരേ അറിയൂ. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നാം ഒന്നുമല്ലായിരുന്നു എന്ന തിരിച്ചറിവ്. എല്ലാ കാര്യത്തിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നത് സാധ്യമല്ല. നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമമായ സത്യം. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല. പക്ഷേ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കൽ ഇല്ല. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്കുവെള്ളം കുടിക്കാൻ കൊള്ളില്ലെങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. നെഗറ്റീവ് ആളുകളിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്നു മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്നു കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്ന് ഓർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോവുക. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും.